കുട്ടികൾക്കും മിഥുൻസ് കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 6th യൂണിറ്റ് തെർമോഡൈനാമിക്സിന്റെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഓരോ ഫോക്കസ് ഏരിയയും നമ്മൾ നല്ല പവറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് തെർമോഡൈനാമിക്സിനകത്തുള്ള ലാസ്റ്റ് ഫോക്കസ് ഏരിയ ആണ് എടുക്കാനുള്ളത്. ലാസ്റ്റ് ഫോക്കസ് ഏരിയ ഏറ്റവും കൂടുതൽ പോർഷൻസ് നമുക്ക് എടുക്കേണ്ട ഫോക്കസ് ഏരിയ ആണ് ലാസ്റ്റ് ഫോക്കസ് ഏരിയ. നല്ല ലെങ്തി ആയിട്ടുള്ള ഫോക്കസ് ഏരിയ ആണ്. ലാസ്റ്റ് ഫോക്കസ് ഏരിയ കൂടാതെ നമുക്ക് ഇടയ്ക്ക് ഒരു ഫോക്കസ് ഏരിയ കൂടെ എടുക്കാനുണ്ട്. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ, എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്നുള്ള ഒരു ഫോക്കസ് ഏരിയ എടുക്കാനുണ്ട്. അത് വളരെ ചെറിയൊരു ഫോക്കസ് ഏരിയ ആണ്. നമുക്കത് ഈ ലാസ്റ്റ് ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്നുള്ള ഫോക്കസ് ഏരിയ എടുക്കാം. ലാസ്റ്റ് ഫോക്കസ് ഏരിയക്കകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോക്കസ് ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. 2 യൂണിറ്റ് കഴിഞ്ഞാണ്, ആ ഫസ്റ്റ് 2 യൂണിറ്റ് എടുത്തു കഴിഞ്ഞാണ് 6th യൂണിറ്റ് തെർമോഡൈനാമിക്സ് എടുക്കുന്നത്. ആദ്യത്തെ 2 യൂണിറ്റിന്റെ വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ പേജിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തെർമോഡൈനാമിക്സിനകത്ത് നമ്മൾ ഇത്രയും എടുത്തിരിക്കുന്ന ക്ലാസ്സുകളുടെയും കറക്റ്റ് ഓർഡറിലുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ആ പ്ലേലിസ്റ്റിലൂടെ നിങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ് എല്ലാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. സിമ്പിൾ ആയിട്ടുള്ളതും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നമ്മൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തരുന്നത്. ധൈര്യമായിട്ട് പുതിയ കുട്ടികൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഇത് എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അതേപോലെ തന്നെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് നിങ്ങളോടുണ്ട്. നമുക്ക് കെമിസ്ട്രി K+ അല്ല, കെമിസ്ട്രിക്ക് ഫുൾ മാർക്ക് 60ലാണ് നമുക്ക് കെമിസ്ട്രിയുടെ മാർക്ക്. 60ൽ 60 മാർക്കും മേടിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ ക്ലാസ്സുകൾ മുന്നോട്ട് സെറ്റ് ചെയ്ത് പോകുന്നത്. ഈ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. ലാസ്റ്റ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റി എന്നാണ് നമ്മുടെ ഫോക്കസ് ഏരിയ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് കേൾക്കുമ്പോൾ ഒരു ടൈം മാത്രം സ്പോണ്ടേനിറ്റി, ഒരു ചെറിയ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ മനസ്സിൽ വരും. പക്ഷേ ഈ സ്പോണ്ടേനിറ്റി എന്നുള്ള ഫോക്കസ് ഏരിയ നമ്മുടെ NCERT ടെക്സ്റ്റ് ഒക്കെ നോക്കുന്ന കുട്ടികൾക്ക് അറിയാം. നമ്മുടെ 6.6 എന്നുള്ള സെക്ഷനിലാണ് ഈ സ്പോണ്ടേനിറ്റി വന്നേക്കുന്നത്. അത് നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്തും അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത് 6.6 സ്പോണ്ടേനിറ്റി. ആ 6.6 എന്നുള്ള സെക്ഷൻ സ്പോണ്ടേനിറ്റിയുടെ സെക്ഷനകത്ത് നമുക്ക് 5 സബ് ടോപ്പിക്സ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. കാരണം സ്പോണ്ടേനിറ്റി കഴിഞ്ഞ് ABCDE എന്ന് പറഞ്ഞ 5 സെക്ഷൻസ് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഈ 6.6 സ്പോണ്ടേനിറ്റി എന്ന് പറയുമ്പോൾ ആ സ്പോണ്ടേനിറ്റിക്കകത്ത് വരുന്ന 5 സെക്ഷനും നമ്മുടെ എന്ത് തന്നെയാണ്, ഫോക്കസ് ഏരിയ തന്നെയാണ്. അതല്ലെങ്കിൽ ഇപ്പൊ 1-2 സെക്ഷൻ മതിയായിരുന്നെങ്കിൽ എടുത്തു കൊടുത്തേനെ 6.6 സ്പോണ്ടേനിറ്റി താഴെ A എന്നുള്ള സെക്ഷനും B എന്നുള്ള സെക്ഷനും ഒക്കെ എടുത്തു കൊടുത്തേനെ. പക്ഷെ അങ്ങനൊന്നും എടുത്തു കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് ആ 5 സെക്ഷനും എന്ത് ചെയ്യണം, പഠിക്കണം. ആ 5 സെക്ഷനും ഇമ്പോർട്ടന്റ് തന്നെയാണ്. 5 സെക്ഷൻ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്ന സെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് അത് എളുപ്പമാക്കാൻ വേണ്ടി ആ 5 സെക്ഷന് ഞാനൊരു 4 ക്ലാസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തിരിക്കുക. നമ്മൾ 5 സെക്ഷനെ 4 ക്ലാസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുവാണ്, ഡിവൈഡ് ചെയ്തിരിക്കുക. നമ്മൾ ഇന്ന് എടുക്കുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ഡെഫിനിഷൻ. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്നും അത് മനസ്സിലാക്കാനുള്ള സിമ്പിൾ എക്സാമ്പിൾസും നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആദ്യം എടുക്കുന്നത് സ്പോണ്ടേനിയസ് പ്രോസസും ഡെഫിനിഷനും. നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം. എന്നാലേ നമ്മുടെ ക്ലാസ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓരോ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലാകത്തുള്ളൂ. അതിന്റെ കൂടെ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് എൻതാൽപ്പി ആൻഡ്
സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷൻ. നമ്മൾ എൻതാൽപ്പി കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഹെസസ്ലോടെ ക്ലാസ് വന്നപ്പോ എൻതാൽപ്പി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത് ഏത് എൻതാൽപ്പി കണ്ടീഷനിലാണ് ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് ആവുന്നതും അതിനെ റിലേറ്റ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ചെയ്യും. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ സ്പോണ്ടേനിയസ് പ്രോസസിന്റെ ഡെഫിനിഷൻ പറയും, അതേപോലെ തന്നെ എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ 5 ടോപ്പിക്സ് ആണ് നമ്മൾ 4 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ എളുപ്പമുള്ള ഓർഡറിൽ എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ നാളെ വരുന്ന ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന ടോപ്പിക്കാണ് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് ഒരു പുതിയൊരു ടേം പഠിക്കണം, എൻട്രോപ്പി എന്താണെന്നും ആ എൻട്രോപ്പി വെച്ച് എങ്ങനെയാണ് നമുക്ക് സ്പോണ്ടേനിറ്റി ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. അതിന്റെ കൂടെ നമ്മൾ ഒരു ടോപ്പിക്കും കൂടെ എടുക്കും, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിനകത്ത് വരുന്ന സെക്ഷൻ തന്നെയാണ് ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക് എൻട്രോപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇതാണ് മൂന്നാമത്തെ ക്ലാസ്സിൽ എടുക്കുന്ന സെക്ഷന്. നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത എൻട്രോപ്പിയെ റിലേറ്റ് ചെയ്തുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എടുക്കും. കാരണം ഇതെല്ലാം കൂടെ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഒരു ടോപ്പിക്കും നമുക്ക് കളയാനും പറ്റത്തില്ല. കാരണം എക്സാമിനേഷന് ഫോക്കസ് ഏരിയ ഒന്നും ഇല്ലാത്ത സമയത്ത് പോലും നമ്മളോട് ഈ സെക്ഷനിൽ നിന്ന് നല്ല രീതിയിൽ എക്സാമിനേഷൻ എന്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്കിതിനകത്ത് ഒരു ടോപ്പിക്ക് പോലും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സും എല്ലാ ടോപ്പിക്കും കൂടെ ഒന്നിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കാതെ വളരെ സിമ്പിൾ മെത്തേഡിൽ നമ്മൾ 4 ദിവസമായിട്ട് 4 ക്ലാസ് ആയിട്ട് ഈ ഫോക്കസ് ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എൻട്രോപ്പിയിൽ നിന്നുള്ള സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. അതായത് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എൻട്രോപ്പി പഠിച്ചു. ആ എൻട്രോപ്പിയിൽ നിന്ന് എക്സാമിനേഷൻ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ തേർഡ് ക്ലാസ്സിൽ ചെയ്യിപ്പിക്കും. അതിന്റെ കൂടെ നമ്മൾ തേർഡ് ക്ലാസ്സിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും എക്സ്പ്ലെയിൻ ചെയ്യും. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യത്തെ 3 ക്ലാസ് ക്ലിയർ ആയല്ലോ. ഇനി നാലാമത്തെ ക്ലാസ്സിൽ, അതായത് നിങ്ങളുടെ മനസ്സിൽ സാർ ബോർഡിൽ എഴുതിയിട്ടില്ലല്ലോ, അത് ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എഴുതാനത്. നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതാണ് ഈ എൻട്രോപ്പി കഴിഞ്ഞ് നമുക്ക് പഠിക്കേണ്ട ഒരു ടൈമാണ് ഗിബ്സ് ഫ്രീ എനർജി. ആ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷനാണ് നാലാമത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. നാലാമത്തെ ക്ലാസ്സിലുള്ള ആ ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ്. ഗിബ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി. ഈ സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷന് നമുക്ക് 4 ക്ലാസ് ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അടുപ്പിച്ച് 4 ദിവസം കൊണ്ട് 4 ക്ലാസ് കൊണ്ട് ഈ ഫോക്കസ് ഏരിയ കവർ ചെയ്യും. പിന്നെ ഒരു ക്ലാസ്സും കൂടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ എന്നുള്ള ഇടയ്ക്കുള്ള ഒരു സെക്ഷനും കൂടെ നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് തെർമോഡൈനാമിക്സ് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യം ഏത് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാം? സ്പോണ്ടേനിയസ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. എക്സാമിനേഷന് ക്വസ്റ്റ്യൻ വരുന്ന വാട്ട് ഈസ് മെന്റ് ബൈ സ്പോണ്ടേനിയസ് പ്രോസസ്, ഗീവ് 1 or 2 എക്സാമ്പിൾ. ഒന്നെങ്കിൽ 1 എക്സാമ്പിൾ എന്ന് പറയാം, അല്ലെങ്കിൽ 2 എക്സാമ്പിൾ എന്ന് ചോദിക്കാം. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കണം. ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ, അതായത് എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ ഒരു പ്രോസസ് സ്വയമേ നടക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം കൂടാതെ സ്വയമേ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പ്രോസസ് എന്ന് വിളിക്കുന്നത്? എ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അതിന് എങ്ങനെ നമുക്ക് ആ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഒരു ഡെഫിനിഷൻ പറയാം? A process which take place by itself. A process which take place by itself. സ്വയമേ നടക്കുന്നു. A process which take place by itself without the help of an external agency. Without the help of an external agency is called
സ്പോണ്ടേനിയസ് പ്രോസസ്. അതിന് എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ്? എ പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ്. അതായത് ഒരു പ്രോസസ് സ്വയം നടക്കുന്നു. ബൈ ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയമേ നടക്കുന്നു. വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഏജൻസി ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് പ്രോസസ്. എക്സാമിനേഷൻ ചോദിക്കുക വാട്ട് ഈസ് മെന്റ് ബൈ സ്പോണ്ടേനിയസ് പ്രോസസ് ചോദിച്ചു ഇപ്പോഴേ കാണാതെ എഴുതാൻ അറിയണം. എ പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ്. എ പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് ബൈ ഇറ്റ്സെൽഫ് without the help of an external agency. Without the help of an external agency is called spontaneous process. നമുക്കിവിടെ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഞാൻ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾ തന്നെ. നമ്മൾ വെള്ളം ഒരു തുറന്ന പാത്രത്തിൽ വെക്കുക. നമ്മൾ ഒരു തുറന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക. അവിടെ 100% ആ വെള്ളത്തിൽ എന്ത് സംഭവിക്കും? ഇവാപറേഷൻ സംഭവിക്കും. അത് ഒരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഒന്നും കൂടാതെ നമ്മൾ തുറന്ന പാത്രത്തിൽ വെള്ളം എടുത്തു വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ 100% എന്ത് സംഭവിക്കും? ഇവാപറേഷൻ സംഭവിച്ച് വാട്ടർ എന്തായിട്ട് മാറുന്നു? വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നു. അതാണ് ആദ്യത്തെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇവാപറേഷൻ ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ വെസൽ. ഒരു ഓപ്പൺ വെസലിൽ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളത്തിന് സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ വാട്ടറിന് സംഭവിക്കുന്ന ഇവാപറേഷൻ എന്ന് പറയുന്നത് എന്ത് പ്രോസസ് ആണ്? സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇവാപറേഷൻ ഓഫ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ വെസൽ. അതിനാർക്ക് സംശയമില്ലല്ലോ. നമ്മൾ വെള്ളം തുറന്ന പാത്രത്തിൽ വെക്കുമ്പോൾ, അടപ്പില്ലാത്ത തുറന്ന പാത്രത്തിൽ വെക്കുമ്പോൾ ആ വെള്ളത്തിന് 100% എന്ത് സംഭവിക്കും? ഇവാപറേഷൻ സംഭവിക്കും. അതിനൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം നമുക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് ഡിസൊല്യൂഷൻ ഓഫ് കോമൺ സോൾട്ട് ഇൻ വാട്ടർ. അതായത് ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ആ എക്സാമ്പിൾ പറയുമ്പോൾ ഒരു സംശയം ഇരിക്കും, സാർ ഉപ്പ് വെള്ളത്തിൽ ലയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉപ്പ് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കലക്കണമല്ലോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാവും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ ഉപ്പ് വെള്ളത്തിലിട്ടാലും കുറച്ച് സമയം കഴിയുമ്പോൾ കോമൺ സോൾട്ട് എന്ന ഉപ്പാണ്, ആ ഉപ്പ് വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ഡിസൊല്യൂഷൻ ഓഫ് കോമൺ സോൾട്ട് ഇൻ വാട്ടർ എന്നുള്ളതും ഏത് പ്രോസസ്സിന് എക്സാമ്പിൾ തന്നെ? സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതിനെ കലക്കുന്നത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയാ? ആ വെള്ളത്തിനകത്ത് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയാ. അതല്ലാതെ ഉപ്പ് നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴും കഴിഞ്ഞ് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ പോലും ഉപ്പ് സ്വയമേ ആ വെള്ളത്തിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. രണ്ടാമത്തെ സ്പോണ്ടേനിയസ് പ്രോസസ്സിന് എക്സാമ്പിൾ ഡിസൊല്യൂഷൻ ഓഫ് കോമൺ സോൾട്ട് ഇൻ വാട്ടർ. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് മനസ്സിലായി. ആ സ്പോണ്ടേനിയസ് പ്രോസസിന്റെ 2 എക്സാമ്പിളും ക്ലിയർ ആയിട്ട് മനസ്സിലായി. നമുക്ക് ഈ വീഡിയോ അടുത്ത സെക്ഷനില് എൻതാൽപ്പിയും സ്പോണ്ടേനിറ്റിയും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ എന്നാണ് ശരിക്കും പറയേണ്ടത്. ആ എൻതാൽപ്പിയും സ്പോണ്ടേനിറ്റിയും, എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള സെക്ഷനിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി എന്നുള്ള ടോപ്പിക്കും ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ എടുക്കാതെ. എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി. അതായത് എൻതാൽപ്പി കണ്ടീഷന് എങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എൻതാൽപ്പി വാല്യൂ കുറയുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് കുറയുകയാണെങ്കിൽ, എൻതാൽപ്പി കുറയുകയാണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള എന്ത് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത്? ചാൻസ് വളരെ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എൻതാൽപ്പി വാല്യൂ കുറയുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച്. എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ എച്ച് വാല്യൂ, എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻതാൽപ്പി വാല്യൂ കൂടുകയാണെങ്കിലോ, എൻതാൽപ്പി വാല്യൂ കൂടുകയാണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു റിയാക്ഷന്
നടക്കുന്ന സമയത്ത് എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ്, അതായത് ആ റിയാക്ഷന്റെ ഡെൽറ്റ എച്ച് വാല്യൂ എന്ത് കിട്ടുന്നു, നെഗറ്റീവ് ആവുകയാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എന്താകാനുള്ള ചാൻസ്, സ്പോണ്ടേനിയസ് ആകാനുള്ള, അതായത് സ്വയമേ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി കുറഞ്ഞാൽ മാത്രമേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവത്തുള്ളൂ എന്ന് വിചാരിക്കരുത്. എൻതാൽപ്പി കുറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള പ്രോബബിലിറ്റി, ചാൻസ് വളരെ കൂടുതലായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഈ സ്പോണ്ടേനിറ്റിയെ പ്രെഡിക്റ്റ് ചെയ്യാന് ഈ എൻതാൽപ്പി പോലെ തന്നെ രണ്ട് ടേംസും കൂടെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. എൻട്രോപ്പി അതുപോലെ ഫ്രീ എനർജി. എൻട്രോപ്പിയും ഫ്രീ എനർജി, എൻതാൽപ്പിയും എൻട്രോപ്പിയും ഫ്രീ എനർജി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ റിയാക്ഷന് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അന്നേരം എൻതാൽപ്പി കുറയുകയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള എന്ത് കൂടുതലാണെന്ന് ഇപ്പൊ ഓർക്കുക, ചാൻസ് കൂടുതലാണെന്ന് ഓർക്കുക. എന്ന് പറയാൻ എൻതാൽപ്പി കുറഞ്ഞാൽ മാത്രമേ റിയാക്ഷൻ നടക്കത്തുള്ളൂ എന്നല്ല, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കത്തുള്ളൂ എന്നുള്ളതല്ല. എൻതാൽപ്പി കുറഞ്ഞു നിൽക്കുമ്പോൾ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതിൽ നിന്ന് നമുക്ക് പറയാം എൻതാൽപ്പി കുറയുന്നത് സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. എൻതാൽപ്പി വാല്യൂ കുറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ റിയാക്ഷനെ സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ് ഡിക്രീസിങ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അതല്ലാതെ എൻതാൽപ്പി കുറയുക മാത്രമല്ല റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ക്രൈറ്റീരിയൻ. എൻതാൽപ്പി കുറഞ്ഞാൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു റിയാക്ഷനെ സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. അത് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിക്രീസ് ഇൻ എൻതാൽപ്പി ഈസ് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഫോർ എന്താണ്, സ്പോണ്ടേനിറ്റി. എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റി ക്ലിയർ ആയല്ലോ? എൻതാൽപ്പി വാല്യൂ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ, അതായത് എൻതാൽപ്പി വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ നിന്ന് നമുക്ക് പറയാം ഡിക്രീസ് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. ഒരു റിയാക്ഷനെ എങ്ങോട്ട് നയിക്കുന്നതിനകത്താണ്, സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്നത്. സ്പോണ്ടേനിയസ് പ്രോസസ് എന്താണെന്ന് അറിയാം. ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ് സ്വയമേ നടക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വീഡിയോ അടുത്ത സെക്ഷനിൽ ഈ എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈ വീഡിയോയുടെ അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ അറിഞ്ഞിരിക്കണം. ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളേ. അടുത്തത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻതാൽപ്പി ആൻഡ് സ്പോണ്ടേനിറ്റിയിൽ നിന്ന് എക്സാമിനേഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, സിമ്പിൾ ആയിട്ട് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തു തരാവേ. ഡിക്രീസ് ഇൻ എൻതാൽപ്പി ഈസ് ദ only criterion for spontaneity. Do you agree? Give reason. അതായത് എൻതാൽപ്പി കുറയുന്നത് മാത്രമാണോ സ്പോണ്ടേനിറ്റിയുടെ ഒരു ക്രൈറ്റീരിയൻ? എൻതാൽപ്പി കുറയുന്നത് മാത്രമാണോ സ്പോണ്ടേനിറ്റിയുടെ ഒരു ക്രൈറ്റീരിയൻ? അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അത് എൻതാൽപ്പി കുറയുന്നത് കൊണ്ട് മാത്രമേ, അതായത് എൻതാൽപ്പി കുറയുന്നത് മാത്രമാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാനുള്ള ചാൻസ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെ എഗ്രി ചെയ്യുകയാണെങ്കിലും അതിന് റീസൺ എഴുതണം, എഗ്രി ചെയ്യുന്നില്ലെങ്കിലും അതിന് റീസൺ എഴുതണം. ഇത്രേ ചോദിച്ചുള്ളായിരുന്നു. എൻതാൽപ്പി കുറയുന്നത് മാത്രമാണോ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ക്രൈറ്റീരിയൻ? അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ചെയ്യുന്നെങ്കിൽ നമ്മൾ എസ് എന്ന് കൊടുക്കുക, ചെയ്യുന്നില്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എസ് ആണെങ്കിലും നോ ആണെങ്കിലും അതിന്റെ എന്തും എഴുതണം, റീസണും എഴുതണം. നമ്മൾ നേരത്തെ ഉള്ള സെക്ഷനിൽ പറഞ്ഞതാണ് എൻതാൽപ്പി കുറയുന്നത് മാത്രമല്ല ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള
ക്രൈറ്റീരിയൻ. പിന്നെ എന്താൽപി കുറയുകയാണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള എന്ത് കൂടുതലാ, ചാൻസ് കൂടുതലാ എന്ന് പറഞ്ഞാൽ എന്താൽപി കുറയുന്നത് മാത്രമായിട്ട് നമുക്കൊരു ക്രൈറ്റീരിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്താൽപി കുറയുന്നത് സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന എന്ത് ഫാക്ടറാണ്, ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. പിന്നെ അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എന്താൽപി കുറയുന്നത് കൊണ്ട് മാത്രമല്ല ഒരു റിയാക്ഷൻ എന്തായിട്ട് നടക്കുന്നത്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നത്. നമ്മൾ എഗ്രി ചെയ്യുമോ, ഇല്ല. അതിന് ആദ്യം കൊടുക്കണം നോന്ന് കൊടുത്തിട്ട് decrease in enthalpy is not the only criterion. Decrease in enthalpy ആദ്യം നോന്ന് കൊടുക്കുക, നമ്മൾ എഗ്രി ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് നോ എഴുതിയിട്ട് ഒരു കോമ കൊടുത്തിരുന്ന decrease in enthalpy is not the only criterion for predicting the spontaneity of a process. അതായത് ഒരു പ്രോസസിന്റെ സ്പോണ്ടേനിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒറ്റ ഒരു ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഡിക്രീസ് ഇൻ എൻതാൽപി മാത്രമല്ല. പക്ഷെ ഡിക്രീസ് ഇൻ എൻതാൽപി എന്ത് ഫാക്ടറാ, സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന എന്ത് ഫാക്ടറാണ്, ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ. നമ്മൾ അത് എങ്ങനെയാണ് റീസൺ എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് റിയാക്ഷൻ എടുക്കുന്നു, എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷൻ. ഏതൊക്കെ റിയാക്ഷൻസ് എടുക്കുന്നത്, എക്സോതെർമിക് റിയാക്ഷനും എടുക്കുന്നു, അതേപോലെ തന്നെ എൻഡോതെർമിക് റിയാക്ഷനും എടുക്കുന്നു. എന്താൽപി കുറയുന്ന റിയാക്ഷൻസ് ആണ് എക്സോതെർമിക് റിയാക്ഷൻ. എന്താൽപി വാല്യൂ കുറയുന്ന റിയാക്ഷൻ ആണ് എക്സോതെർമിക് റിയാക്ഷനും. എന്താൽപി വാല്യൂ കൂടുന്ന റിയാക്ഷൻസ് ആണ് എൻഡോതെർമിക് റിയാക്ഷനും. നമ്മൾ ആദ്യം എക്സോതെർമിക് റിയാക്ഷൻ എടുക്കുന്നു. എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസിലും എന്താൽപി വാല്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ എക്സോതെർമിക് റിയാക്ഷനും എന്തായിട്ട് നടക്കുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നു. അത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. എക്സോതെർമിക് റിയാക്ഷനകത്ത് എന്താൽപി വാല്യൂ കുറയുന്നു. അങ്ങനെ എക്സോതെർമിക് റിയാക്ഷനകത്ത് എന്താൽപി വാല്യൂ കുറയുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം എക്സോതെർമിക് റിയാക്ഷൻസും എന്തായിട്ട് തന്നെ നടക്കുന്നുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന, സ്വയമേ നടക്കുന്ന ഒരു എക്സോതെർമിക് റിയാക്ഷൻ നമ്മൾ എക്സാമ്പിളും കൊടുത്തു. നമുക്ക് അറിയാവുന്ന റിയാക്ഷനാണ്. നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്യുന്നു. നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുന്നു, അമോണിയ ഗ്യാസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ. നമ്മൾ ഉച്ച ക്ലാസ്സിലോട്ട് പഠിക്കുന്ന റിയാക്ഷൻ തന്നെ. നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് ഗ്യാസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ്, അമോണിയ ഗ്യാസ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ. നമ്മളിപ്പോ എക്സാമ്പിൾ കൊടുത്ത റിയാക്ഷൻ എക്സോതെർമിക് റിയാക്ഷൻ. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് വാല്യൂ കുറയുക, എന്താൽപി വാല്യൂ കുറയുക. അങ്ങനെ എന്താൽപി വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ ഡെൽറ്റ എച്ച് വാല്യൂ നമുക്ക് എന്ത് വരുന്നു, നെഗറ്റീവ്. എന്താൽപി കുറയുമ്പോഴാണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുന്നത്. അങ്ങനെ എന്താൽപി കുറയുന്നത് കൊണ്ട് തന്നെ ഈ അമോണിയയുടെ ഫോർമേഷന് എന്തായിട്ട് നടക്കുന്നുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യമേ അങ്ങ് സമ്മതിച്ചു. എക്സോതെർമിക് റിയാക്ഷൻസിൽ എന്താൽപി കുറയുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം എക്സോതെർമിക് റിയാക്ഷനും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മൾ ആദ്യമേ എഴുതുക. എന്നിട്ട് ആ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന എക്സോതെർമിക് റിയാക്ഷന് ഒരു എക്സാമ്പിൾ കൊടുക്കുക. ഇവിടെ നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ കൊടുത്തേക്കുന്നത് അമോണിയ ഗ്യാസിന്റെ ഫോർമേഷന്. അതിന്റെ എന്താൽപി കുറയുക, അതുകൊണ്ട് ഡെൽറ്റ എച്ച് വാല്യൂ നെഗറ്റീവ് എന്ന് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി അത് കാര്യം നമ്മൾ എഴുതണം. ഈ എക്സോതെർമിക് പോലെ മറ്റൊരു ടൈപ്പ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. എൻഡോതെർമിക് റിയാക്ഷനില് എന്താൽപി വാല്യൂ കൂടുക. എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ എന്ത് വാല്യൂ കൂടുക, എന്താൽപി വാല്യൂ കൂടുക. എന്താൽപി വാല്യൂ കൂടുകയാണെങ്കിൽ പോലും നല്ലൊരു ശതമാനം എൻഡോതെർമിക് റിയാക്ഷനും എന്തായിട്ട് നടക്കുന്നുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. എന്താൽപി വാല്യൂ കൂടിയിട്ട് പോലും നല്ലൊരു ശതമാനം, ലാർജ് നമ്പർ ഓഫ് റിയാക്ഷൻ, എൻഡോതെർമിക് റിയാക്ഷൻസ് എന്തായിട്ട് നടക്കുന്നുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ എന്താൽപി വാല്യൂ കൂടിയിട്ട് പോലും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന നമുക്ക് ഡെയിലി ലൈഫിലുള്ള രണ്ട് എൻഡോതെർമിക് റിയാക്ഷൻ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം.
വാട്ടറിന്റെ ഇവാപ്രേഷൻ. വാട്ടറിന്റെ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ലിക്വിഡ് ഫോമിൽ നിന്ന് വാട്ടർ ഏത് ഫോമിലേക്ക് മാറുന്നു? ഗേഷ്യസ് ഫോമിലേക്ക് മാറുന്നു. അതാണ് ഇവാപ്രേഷൻ ഓഫ് എന്താണ്? വാട്ടർ. ഈ ഇവാപ്രേഷൻ ഓഫ് വാട്ടർ എൻഡോതെർമിക് റിയാക്ഷനാണ്. എൻതാൽപി വാല്യൂ കൂടുന്ന റിയാക്ഷനാണ്. അങ്ങനെ എൻഡോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് എൻതാൽപി വാല്യൂ കൂടുന്ന എൻഡോതെർമിക് റിയാക്ഷൻസ് ആയതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് വാല്യൂ നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? പോസിറ്റീവ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു എൻഡോതെർമിക് റിയാക്ഷൻ, എൻതാൽപി വാല്യൂ കൂടിയിട്ട് പോലും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ് വാട്ടറിന്റെ ഇവാപ്രേഷൻ. അതേപോലെ തന്നെ മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷനാണ്. മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്യുന്നത് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ് അല്ല. നമുക്കറിയാം, ഒരു ഐസ് നമ്മൾ വെളിയിലോട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഐസ് മെൽറ്റ് ചെയ്ത് ഏത് ഫോമിലേക്ക് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. അങ്ങനെ അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് സ്വയമേ നടക്കുന്ന ഒരു പ്രോസസ് തന്നെയാണ് മെൽറ്റിംഗ് ഓഫ് ഐസ്. മെൽറ്റിംഗ് ഓഫ് ഐസ് എന്ന് പറയുന്നതാണ് വാട്ടർ സോളിഡ് ഫോമിൽ നിന്ന് വാട്ടർ ഏത് ഫോമിലോട്ട് മാറുന്നതാണ്? ലിക്വിഡ് ഫോമിലോട്ട് മാറുന്നത്. അത് എൻഡോതെർമിക് റിയാക്ഷനാണ്. എൻതാൽപി വാല്യൂ കൂടുന്ന എൻഡോതെർമിക് റിയാക്ഷനാണ്. അതുകൊണ്ടാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് എന്ന് കൊടുത്തേക്കുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് എൻഡോതെർമിക് റിയാക്ഷന്, അതായത് വാട്ടറിന്റെ ഇവാപ്രേഷൻ. നമുക്കറിയാം, വാട്ടറിന്റെ ഇവാപ്രേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന ഒരു തുറന്ന പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ 100% അവിടെ എന്ത് സംഭവിക്കും? ഇവാപ്രേഷൻ സംഭവിക്കും. സ്വയമേ തന്നെ ഇവാപ്രേഷൻ സംഭവിക്കുന്ന. അതേപോലെ തന്നെ ഐസിന്റെ മെൽറ്റിങ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്ത് വെളിയിലോട്ട് വെക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നോർമലി ആ ഐസ് ക്യൂബ് മെൽറ്റ് ചെയ്ത് എന്ത് ഫോമിലേക്ക് മാറും? ലിക്വിഡ് ഫോമിലേക്ക് മാറും. പിന്നെ ഇവാപ്രേഷൻ ഓഫ് വാട്ടറും മെൽറ്റിംഗ് ഓഫ് ഐസ് പോലുള്ള എൻതാൽപി കൂടി വരുന്ന പല എൻഡോതെർമിക് റിയാക്ഷൻസും എന്തായിട്ട് നടക്കുന്നുണ്ട്? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അന്നേരം നമുക്ക് പറയാൻ പറ്റും എൻതാൽപി കുറയുന്നത് മാത്രമാണ് ഒരു സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? എൻതാൽപി കുറയുകയാണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എക്സോതെർമിക് റിയാക്ഷനകത്ത് എൻതാൽപി കുറയുക. അതിൽ എൻതാൽപി കുറയുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ശതമാനത്തെക്കാട്ടി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ എല്ലാ എക്സോതെർമിക് റിയാക്ഷൻസും എൻതാൽപി കുറയുന്നത് കൊണ്ട് തന്നെ എന്തായിട്ട് നടക്കുന്നുണ്ട്? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം എൻതാൽപി കുറയുന്നത് മാത്രം ഒരു ക്രൈറ്റീരിയ എന്നല്ല. എൻതാൽപി കുറയുന്നത് സ്പോണ്ടേനിറ്റിയിലേക്ക് നയിക്കുന്ന എന്ത് ഫാക്ടറാണ്? ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണെന്ന് പറയാം. കാരണം എൻതാൽപി കുറയുന്നത് മാത്രമാണ് സ്പോണ്ടേനിറ്റിയുടെ ഒരു ക്രൈറ്റീരിയൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോതെർമിക് റിയാക്ഷൻസ് ഒന്നും എന്തായിട്ട് നടക്കാൻ പറ്റത്തില്ല, സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ആ എൻഡോതെർമിക് റിയാക്ഷൻസ് എൻതാൽപി കൂടിയിട്ടും എന്തായിട്ട് നടക്കുന്നുണ്ട്? സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും റീസൺ എന്ന് പറയാം, എൻതാൽപി കുറയുകയാണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകാനുള്ള ചാൻസ് കൂടുതലാവുമെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഡിക്രീസ് ഇൻ എൻതാൽപി ഈസ് നോട്ട് ദ ഓൺലി ക്രൈറ്റീരിയൻ ഫോർ പ്രെഡിക്റ്റിംഗ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ്. ഡിക്രീസ് ഇൻ എൻതാൽപി ഈസ് ഓൺലി എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഫോർ എന്താണ്? സ്പോണ്ടേനിറ്റി. ഈ ക്വസ്റ്റ്യന് ക്ലിയർ ആയിട്ട് അതിന്റെ ആൻസർ നമ്മുടെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മൾ ഈ വീഡിയോയിൽ എടുത്തത് ആദ്യം എന്താണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞു, അത് എങ്ങനെയാണ് എൻതാൽപിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞു. പിന്നെ എൻതാൽപിയും സ്പോണ്ടേനിറ്റിയിൽ നിന്ന് എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഓക്കെ.